നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ഒഡീഷ തീരത്ത് കരയിൽ പ്രവേശിച്ചതോടെ സംസ്ഥാനത്ത് കനത്ത മഴ രേഖപ്പെടുത്തി. കോരാപുട്ട്, മാൽക്കൻഗിരി, നമ്പരംപൂർ, കലഹണ്ടി, രായഗഡ, ഗജപതി, കാണ്ഡമാൽ എന്നിവിടങ്ങളാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത്. പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി, മരങ്ങൾ കടപുഴകി വീണു, റോഡുകളും പാലങ്ങളും വെള്ളത്തിനടിയിലായി. അടുത്ത 6 മണിക്കൂറിനുള്ളിൽ തെക്കൻ ഒഡീഷ, തെക്കൻ ഛത്തീസ്ഗഡ് മുകളിലൂടെ സഞ്ചരിച്ച് ശക്തി കുറഞ്ഞ ന്യൂനമർദ്ദമായി മാറുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ബംഗാൾ തീരങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് IMD നിർദ്ദേശം നൽകി. അതേസമയം അറബിക്കടൽ തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുകയാണ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടത്തരം മഴയ്ക്കാണ് സാധ്യത ഉള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും നേരിയ മഴയ്ക്കുമായിരിക്കും സാധ്യതയുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിനിടെ ഇന്ന് മധ്യകിഴക്കൻ അറബിക്കടൽ, വടക്കൻ കൊങ്കൺ തീരങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 70 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം, കൊങ്കൺ, ഗോവ തീരങ്ങൾ, അതിനോട് ചേർന്ന സമുദ്രഭാഗങ്ങൾ, മധ്യകിഴക്കൻ അറബിക്കടൽ, തെക്കൻ കൊങ്കൺ തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. വടക്കൻ ഗുജറാത്ത് തീരം, മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, വടക്കൻ ആന്ധ്രാപ്രദേശ്, ഒഡീഷ തീരങ്ങൾ, പശ്ചിമ ബംഗാൾ, തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. നാളെ മധ്യകിഴക്കൻ അറബിക്കടൽ, അതിനോട് ചേർന്ന വടക്കു കിഴക്കൻ അറബിക്കടൽ, വടക്കൻ കൊങ്കൺ തീരങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 70 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഗുജറാത്ത് തീരം, കൊങ്കൺ, ഗോവ തീരങ്ങൾ, അതിനോട് ചേർന്ന സമുദ്രഭാഗങ്ങൾ, മധ്യകിഴക്കൻ അറബിക്കടൽ, വടക്കുകിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. തെക്കൻ അറബിക്കടൽ, മധ്യ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂർ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 22-ന് മധ്യകിഴക്കൻ അറബിക്കടൽ, വടക്കു കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 70 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഗുജറാത്ത് തീരം, വടക്കൻ കൊങ്കൺ തീരം, അതിനോട് ചേർന്ന സമുദ്രഭാഗങ്ങൾ, മധ്യകിഴക്കൻ അറബിക്കടൽ, വടക്കു കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. തെക്കൻ കൊങ്കൺ തീരം, ഗോവൻ തീരം, തെക്കുകിഴക്കൻ അറബിക്കടൽ, മധ്യ ബംഗാൾ ഉൾക്കടൽ, വടക്കൻ ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന ബംഗ്ലാദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 23-ന് വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഗുജറാത്ത് തീരം, വടക്കൻ കൊങ്കൺ തീരം, അതിനോട് ചേർന്ന സമുദ്രഭാഗങ്ങൾ, മധ്യകിഴക്കൻ അറബിക്കടൽ, വടക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. തെക്കൻ കൊങ്കൺ തീരം, ഗോവൻ തീരം, മധ്യ ബംഗാൾ ഉൾക്കടൽ, വടക്കൻ ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന ബംഗ്ലാദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഇതിനിടെ പുത്തൻചിറയിൽ ശക്തമായ മഴയിൽ വീട് തകർന്നു. പറയംകുന്ന് തെങ്ങുംതൊടിയിൽ റംലയുടെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. തിങ്കളാഴ്ച രാവിലെയോടെ അടുക്കളയിൽ പാചകം നടത്തുന്ന സമയത്തായിരുന്നു ഈ മേൽക്കൂര നിലംപൊത്തിയത്. റംലയും മകളും മാത്രമായിരുന്നു ഈ വീട്ടിൽ താമസം. ഭാഗികമായി വീട്ടുപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും വലിയൊരു അപകടമാണ് ഒഴിവായത്. ആളൂർ ശക്തമായ മഴയിലും കാറ്റിലും പന്തൽ നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന ഷെഡ് തകർന്നു. സെന്റ് ജോസഫ് പള്ളിക്ക് സമീപം ഇവന്റ് വർക്ക് ഏറ്റെടുത്ത് നടത്തുന്ന
അരിക്കാടൻ പോളിന്റെ ഉടമസ്ഥതയിലുള്ള ഷെഡിലാണ് അപകടം സംഭവിച്ചത്. വാഹനത്തിനും കാർപ്പറ്റുകൾ, ഫാനുകൾ, ജനറേറ്ററുകൾ, തുണികൾ അടക്കമുള്ളവയ്ക്കും നാശനഷ്ടമുണ്ടായി. ഇതിനിടെ തീരദേശത്തുണ്ടായ കനത്ത കാറ്റിൽ മരം വീണ് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. പെരിഞ്ഞാറത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ ബോർഡ് കാറ്റിൽ പറന്ന് 2 കിലോമീറ്റർ അപ്പുറം മുറ്റത്ത് വീണതായി വീട്ടുടമ പറഞ്ഞു. കൊറ്റാംകുളം ഞാറ്റുകെട്ടി ചിത്രലേഖയുടെ വീടിന്റെ തകരഷീറ്റ് മേഞ്ഞ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30 ഉണ്ടായ കാറ്റിലാണ് സംഭവം. വീടിന്റെ അടുക്കളയും ഒരു മുറിയുമാണ് തകരഷീറ്റ് മേഞ്ഞിരുന്നത്. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി. കയ്പമംഗലം 14-ാം വാർഡിൽ APJ അബ്ദുൽ കലാം റോഡിൽ ചാണടിക്കൽ പ്രദീപിന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീശിയടിച്ച കാറ്റിൽ ഓടി മേഞ്ഞ വീടിന്റെ പിൻഭാഗവും തകർന്നു. ഇതിനിടെ മുംബൈയിൽ കനത്ത മഴ തുടരുകയാണ്. നഗരത്തിൽ വെള്ളക്കെട്ടിനും വ്യാപക നാശനഷ്ടങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട്. ദുരന്ത നിവാരണ സംഘവുമായി വെള്ളപ്പൊക്ക സ്ഥിതിഗതികൾ അവലോകനം ചെയ്ത ശേഷം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അടുത്ത 48 മണിക്കൂർ മുംബൈ, താനെ, റായ്ഗഡ്, രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകൾക്ക് നിർണായകമാകുമെന്ന് പ്രതികരിച്ചു. മുംബൈ നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. നഗരത്തിലെ എല്ലാ ഏജൻസികളും ജാഗ്രതയിലാണ്. ഫ്ലൈറ്റ് റഡാറിന്റെ കണക്കുകൾ പ്രകാരം മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട 253 വിമാനങ്ങൾ വൈകി. 3:30 വരെ 163 ഇൻബൌണ്ട് വിമാനങ്ങൾ ഷെഡ്യൂൾ വൈകി. 6 ഇൻഡിഗോ, 1 സ്പൈസ് ജെറ്റ്, 1 എയർ ഇന്ത്യ എന്നിവ ഉൾപ്പെടെ കുറഞ്ഞത് 8 വിമാനങ്ങളിലും സൂറത്ത്, അഹമ്മദാബാദ്, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് തിരിച്ചുവിട്ടു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.